ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് പറയുന്നത്. ശ്രീകാന്തിന്റെയും വർഷയുടെയും വിവാഹം കഴിയുന്ന സമയത്ത് അവരെ വീട്ടിലേക്ക് കയറ്റാതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സച്ചി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുന്ന സമയത്ത് ചന്ദ്രമതി തന്നെ മുൻകൈയെടുത്ത് അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരികയാണ്. വീട്ടിൽ മറ്റു റൂമുകളൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് സച്ചിയുടെയും രേവതിയുടെയും റൂം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രമതി. സച്ചി അതിനെ ആദ്യമൊക്കെ കുറെ എതിർക്കുന്നുണ്ടെങ്കിലും 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ചന്ദ്രമതി പറയുന്നതോടുകൂടി സച്ചി ഒടുവിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് രേവതി ഹാളിലും അതുപോലെ സച്ചി ടെറസിലുമായിട്ടായിരിക്കും കിടക്കുന്നത്. സച്ചിക്കാണെങ്കിൽ ടെറസിൽ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല. ഉറക്കം വരാതെ എഴുന്നേറ്റിരിക്കുന്ന സച്ചി താഴേക്ക് ഇറങ്ങി വന്ന് ഹാളിൽ ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വിളിച്ചുണർത്തുന്നുണ്ട് കേട്ടോ. രേവതി, നീ എഴുന്നേൽക്ക്, എനിക്ക് ഉറക്കം വരുന്നില്ല, ബോറടിക്കുന്നു, നമുക്ക് ടെറസിൽ പോയിരുന്ന് സംസാരിച്ചിരിക്കാം എന്നെല്ലാം പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുണർത്തുമ്പോ സമയം 12 മണിയായിട്ടുണ്ടായിരിക്കും. രേവതിക്കാണെങ്കിൽ ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ സച്ചിയേട്ടാ സംസാരിക്കാൻ? മാത്രമല്ല അച്ഛനും അമ്മയെ കണ്ട നമ്മളെ തെറ്റിദ്ധരിക്കാനും ചാൻസ് ഉണ്ടെന്നൊക്കെ രേവതി പറഞ്ഞപ്പോ സച്ചി തിരിച്ചു പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് അച്ഛനും അമ്മയും കണ്ടെന്ന് വെച്ച് എന്താ കുഴപ്പം? അതിലെന്താ ഇത്ര തെറ്റിദ്ധരിക്കാനുള്ളത്? മാത്രമല്ല എനിക്ക് ഇപ്പോഴാണ് നിന്നോട് കുറച്ച് സംസാരിക്കാനുള്ളത്, നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിച്ച് ടെറസിലേക്ക് കൊണ്ടുപോവുകയാണ് സച്ചി. അങ്ങനെ ടെറസിൽ പായെല്ലാം ഇരിച്ചുകൊണ്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇപ്പൊ മഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ സച്ചി ആകാശത്തേക്ക് നോക്കി, ഇപ്പം മഴ വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അതെന്താ, മഴ വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ സച്ചിയേട്ടൻ വല്ല വാനനിരീക്ഷകനുമാണോ എന്നും പറഞ്ഞ് രേവതി സച്ചിയെ ആ സമയം കളിയാക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെയല്ല രേവതി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അഥവാ നീ പറഞ്ഞതുപോലെ മഴ വരികയാണെങ്കിൽ നമ്മുടെ റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന 2 പേരുണ്ടല്ലോ, അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് നമുക്ക് അവിടെ പോയി കിടക്കാൻ രേവു എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. അതൊന്നും വേണ്ട സച്ചിയേട്ടാ, നമുക്ക് ഇവിടെ തന്നെ കിടന്നാ മതി എന്നും പറഞ്ഞിട്ട് രേവതി സച്ചിക്ക് അരികിലായിട്ട് ടെറസിൽ കിടക്കുന്നുണ്ട്. രേവതി അറിയാതെ സച്ചി മെല്ലെ രേവതിയുടെ കവിളിലൊക്കെ തൊടുന്നുണ്ട്. ആ സമയത്ത് രേവതി പേടിയോടെ ചാടി എണീക്കുന്നുമുണ്ട്. സച്ചിയേട്ടനായിരുന്നു, ഞാനങ്ങ് പേടിച്ചു പോയെന്നൊക്കെ രേവതി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോ അത് പിന്നെ ഞാനൊരു കൊതുകിനെ ഓടിച്ചതാ. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ, ധൈര്യമായിട്ട് നീ കിടന്ന് ഉറങ്ങിക്കോ രേവു. കാലത്ത് മുതൽ വീട്ടുജോലിയെല്ലാം ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ രേവതി പറയുമ്പോ, രേവതി നീ എന്തിനാ ഈ ജോലിയല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്? വീട്ടിലെ 2 പെണ്ണുങ്ങൾ വേറെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചൂടെ എന്നൊക്കെ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതെ അവര് ജോലി ചെയ്തു തന്നെ. പിന്നീട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് സച്ചിയേട്ടാ, ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും ആ പായൽ കിടക്കുമ്പോ വിഷമത്തോടെ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സച്ചി. ശേഷം സച്ചിയും രേവതിയുടെ അടുത്തായിട്ട് കിടന്നുകൊണ്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, നോക്ക് രേവു, ഇനി മുതൽ ജോലികളൊന്നും ഒറ്റയ്ക്ക് നീ ചെയ്യണ്ട. എല്ലാ ജോലിയും കൂടെ നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണും. അച്ഛന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തോ, പക്ഷെ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്നും ചെയ്യരുത്. എന്റെ ആവശ്യം നിനക്കില്ല രേവു. കറി പോലും ഉണ്ടാക്കുമ്പോ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കരുത്. മറ്റ് 2 മരുമക്കളെയും വിളിച്ച് വെജിറ്റബിൾ കട്ട് ചെയ്യാനും പാത്രം കഴുകാനും ഒക്കെ കൂടാൻ പറയണം. നീയാണ് ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ മരുമകൾ, അതുകൊണ്ട് 2 മരുമക്കളെക്കാളും നിനക്കാണ് അധികാരം കൂടുതൽ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്ക്. എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ടും രേവതിയിൽ നിന്ന് ഒരു മറുപടിയും കേൾക്കാത്തത് കൊണ്ട് സച്ചി രേവതിയെ തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും രേവതി ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നത്. കൊള്ളാം, ഇത്രയും നേരം ഞാനിപ്പോ ആരോടാ പറഞ്ഞതെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ക്ഷീണം കാരണം ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വേദനയോടെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് എല്ലാം എടുത്ത് രേവതിയെ ഇങ്ങനെ പൊതിച്ചൊക്കെ കൊടുക്കുന്നു. തുടർന്ന് രേവതിയുടെ അടുത്തായിട്ട് രേവതിയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്നു സച്ചി. അങ്ങനെ പിറ്റേ ദിവസം രേവതി പതിവ് പോലെ രാവിലെ എണീറ്റ് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി അവിടേക്ക് വരുന്നുണ്ട്. റെഡിയായോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ തരാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ എടുത്ത് കൊടുക്കുന്നുണ്ട് കോഫി. അല്ല, ഈ കോഫിയൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് ഇത്രയും സമയം വേണോ? പുതിയൊരു മരുമകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്, വലിയ വീട്ടിലെ പെണ്ണാണ് അവള്. കോഫി തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അതോ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് പഞ്ചസാര കുറച്ചാണോ ഇട്ടിട്ടുള്ളത്? പാല് തന്നെയല്ലേ ഒഴിച്ചത് എന്നെല്ലാം ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുമ്പോ, ഞാൻ എല്ലാം നല്ല പോലെ ഇട്ടിട്ടുണ്ട് അമ്മേ, വേണമെങ്കിൽ അമ്മ കുടിച്ചു നോക്കെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കോഫി കൊടുക്കുന്നുണ്ട് രേവതി. ചന്ദ്രമതി 2 കോഫിയെല്ലാം എടുത്ത് അവിടെ നിന്നങ്ങ് പോകുമ്പോ, അമ്മേ ഇത് ആർക്കാ 2 കോഫി എന്ന് ചോദിക്കുന്നതും ശ്രീകാന്തിനും വർഷയ്ക്കുമാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. രേവതി അപ്പൊ പറയുന്നുണ്ട്, വർഷയ്ക്ക് ഞാൻ കൊടുത്തോളാന്ന്. പക്ഷേ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ പണി നോക്ക്, എന്റെ മരുമകൾക്ക് ഞാൻ തന്നെ കൊടുത്തോളാം, നീ കൊടുക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് കോഫി എടുത്തുകൊണ്ട് പോകുന്നു.
പിന്നീട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രമതി റൂമിലേക്ക് കയറി വരുമ്പോൾ ചന്ദ്രമതി കാണുന്നത് എന്താന്ന് വെച്ചാൽ വർഷയുടെ ഡ്രസ്സുകളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകാന്തിനെയാണ്. അത് കാണുന്ന ചന്ദ്രമതി, എന്താടാ നീ കാണിക്കുന്നത്? ഇതെല്ലാം നീയാണോ ചെയ്യുന്നത്? ആ വർഷ എവിടെയെന്ന് ചോദിക്കുമ്പോ, ഞാനിത് ചുമ്മാ ചെയ്യുന്നേ ഉള്ളൂ പറയുന്നുണ്ട് ശ്രീകാന്തും. നിന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിലേ നീ ആ രേവതിയോട് പറഞ്ഞേക്ക്, അവള് ചെയ്തോളും. ഏതായാലും നീ കോഫി കുടിക്ക്. വർഷ എവിടെ? അവൾക്ക് വേണ്ട കോഫിയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അവള് കുളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ വർഷ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം. എവിടെ പോയെന്ന് ചോദിക്കുമ്പോ ജോലിക്ക് പോയെന്ന് പറയുന്നു. അത് കേൾക്കുന്നതും ചന്ദ്രമതിക്ക് ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഇത്ര രാവിലെ എന്നോട് പോലും പറയാതെ അവള് ജോലിക്ക് പോയെന്നോ? അല്ല, ഞാൻ അവളുടെ അമ്മായിയമ്മയാണ്, എന്നോട് പറയേണ്ട കടമ അവൾക്കുണ്ട്, നീ ഇതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ച് ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. ഉടനെ ശ്രീകാന്ത് പറയും, അമ്മ അവൾ എന്നോട് പോലും പറയാതെയാണ് പോയത്, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എവിടത്തെ രീതിയാ, വന്ന് കയറിയില്ല അപ്പൊ തന്നെ അവള് ഇങ്ങനെ കാണിക്കുന്നു, ഇതൊന്നും ഒട്ടും ശരിയായില്ല, ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അലിപ്പോടെ പോകുന്നുണ്ട് ചന്ദ്രമതി താഴേക്ക്. ശ്രീകാന്തും പിന്നാലെ പോയിട്ട് വർഷയ്ക്ക് അർജന്റ് ജോലി ഉണ്ടാവും അമ്മേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് വർഷയുടെ സ്വഭാവം ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. എന്ത് അർജന്റ് ജോലിയാണെങ്കിലും വീട്ടിൽ ഞാൻ ഒരുത്തിയുണ്ടല്ലോ, എന്നോട് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു അവൾക്ക്. അതിലൊക്കെ ശ്രുതിമോളെ കണ്ട് പഠിക്കണം. അവൾ എന്നോട് പറഞ്ഞിട്ടാണ് എന്നും പാർലറിലേക്ക് പോകുന്നത്. എന്തിന്? ആ രേവതി പോലും പുറത്തു പോകുമ്പോ എന്നോട് അനുവാദം ചോദിക്കും. പക്ഷെ ഈ വർഷയെന്ന് പറയുന്നവള് വന്ന് കയറിയില്ല, അപ്പൊ തന്നെ ഇങ്ങനെയാ. ഞാൻ ഉറങ്ങുകയായിരുന്നെങ്കിൽ ഉണരുന്നത് വരെ അവൾക്കൊന്ന് വെയിറ്റ് ചെയ്താലെന്താ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വർഷയെ കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട് ചന്ദ്രമതി. ഏതായാലും ശ്രീകാന്ത് വർഷയ്ക്ക് വേണ്ടി ചന്ദ്രമതിയോട് സോറി പറയുന്നുണ്ട്. അവൾക്കൊരു തെറ്റ് പറ്റിയതായിരിക്കും, തൽക്കാലം അമ്മയൊന്ന് അവളോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് വരുന്ന രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേ, നമ്മുടെ 3 മക്കൾക്കും ഇപ്പൊ ഒരു ജീവിതമായി. എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്നൊക്കെ അവര് തീരുമാനിച്ചോട്ടെ, നമുക്കതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാം. പക്ഷേ ചന്ദ്രമതിക്ക് അതൊന്നും ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മ എന്നുള്ള ബഹുമാനം അവൾ എനിക്ക് തരേണ്ടതായിരുന്നു, ഈ കാണിച്ചതൊട്ടും ശരിയായില്ലെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്രമതി. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി അവിടേക്ക് വന്നിട്ട് വർഷയ്ക്ക് വേണ്ടി ചന്ദ്രമതി എടുത്തുകൊണ്ട് വന്ന ആ കോഫി എടുത്ത് കുടിക്കുന്നത്. അത് കാണുന്ന ചന്ദ്രമതി, ഇത് ഞാൻ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോ, അയ്യോ സോറി ആന്റി, ഞാൻ അറിയാതെ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് വെക്കാൻ തുടങ്ങുമ്പോ, വേണ്ട മോളെ, നീ അത് കുടിച്ചോ. ആ പെണ്ണിനോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ഇവിടെ നിന്നും ജോലിക്കൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ശ്രുതിയപ്പ പറയും കേട്ടോ, ശ്രീകാന്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ആന്റി, ആ പെണ്ണ് ആന്റിയോട് പറയാതെ പോയത് ഒട്ടും ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കിട്ടിയ അവസരം പാഴാക്കാതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വരുന്ന രേവതിയാണെങ്കിലും കാര്യം അറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ വർഷ അമ്മയോട് പറയാതെയാണോ പോയതെന്ന്. ചന്ദ്രമതിയാണെങ്കിൽ ആ സമയം ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഇവന്മാര് രണ്ടുപേരും അവൾ എന്നെ ബഹുമാനിച്ചില്ല എന്ന കാര്യം അറിഞ്ഞാൽ അതിന്റെ ദോഷം എനിക്കാണ്, എന്റെ വിലയാണ് പോകുന്നത്, കൊണ്ട് അത് നഷ്ടപ്പെടുത്തരുതെന്ന് കരുതി ചന്ദ്രമതി പറയാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പക്ഷെ ഇന്നലെ രാത്രി ഇംഗ്ലീഷിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, അപ്പോ എനിക്കത് മനസ്സിലായില്ല, ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലാവുന്നത്. ചന്ദ്രൻ, നിനക്കല്ലേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന നീ പറയാറുള്ളത്, എന്നിട്ട് അവള് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്ന് നീ ഇപ്പൊ പറയുന്നോ? അത് പിന്നെ രവിയേട്ട, അവള് വേഗത്തിൽ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ, വർഷ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് എന്നിങ്ങനെ കള്ളം തട്ടി വിടുകയാണ് കേട്ടോ ചന്ദ്രമതി. ഏതായാലും രേവതിക്ക് ഇതൊക്കെ കേട്ട് ചിരി വരുന്നുണ്ട്. അമ്മേ, വർഷ എന്നോട് രാവിലെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയത്, ഞാൻ ആ കാര്യം അമ്മയോട് പറയാൻ മറന്നുപോയി. വർഷ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം അമ്മയോട് പറയണമെന്ന്, ആ കാര്യം ഞാൻ അമ്മയോട് പറയാൻ വന്നപ്പോഴാണ് അമ്മ കോഫി എല്ലാം എടുത്തുകൊണ്ട് പോയത്. കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞ കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ചന്ദ്രമതി പറഞ്ഞു നിൽക്കുവാണ്, അവൾ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞിട്ട് തന്നെയാണ് ഇന്ന് പോയത്. ഇനി നിങ്ങൾ എല്ലാവരും ഇതും പറഞ്ഞു നിൽക്കണ്ട, എല്ലാവരും അവരവരുടെ ജോലി നോക്കാൻ പറഞ്ഞ് ചന്ദ്രമതി രേവതിയും വർഷയും ഒക്കെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് സച്ചി വേഗത്തിലാണ് കേട്ടോ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അത് കാണുന്ന ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇവനെന്താ വല്ല കളക്ടർ ജോലിക്കാണോ പോകുന്നത്, ടാക്സി ഓടിക്കാനല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കളിയാക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകുന്നു. പോയിട്ട് രേവതിയെ വിളിക്കുമ്പോ സച്ചിയേട്ടാന്നും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് രേവതി. ആ സമയം സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നീ ഈ റൂമിൽ നിന്ന് നിനക്ക് എടുക്കാനുള്ളതെല്ലാം ഇപ്പൊ എടുത്തേക്ക്. ഇപ്പോ രേവതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല, എന്തിനാണെന്ന് ചോദിക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, നീ ഇപ്പോഴേ ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാ മതി എന്നും പറഞ്ഞ് രേവതിയുടെ നേരെ ചൂടാവുന്നു. രേവതിയാണെങ്കിൽ തനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കുന്നുണ്ട്. പിന്നീട് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പുറത്തു കടന്ന് വാതിലൊക്കെ പൂട്ടി പോകുന്നത് കാണുമ്പോ ഇത് കണ്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ചന്ദ്രമതി ദേഷ്യം
ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ കാണിക്കുന്നത്? മര്യാദയ്ക്ക് വാതിൽ തുറക്ക്, ഇവിടെ ശ്രീകാന്തും വർഷയൊക്കെ ഉള്ളതല്ലേ എന്നെല്ലാം പറയുമ്പോ അത് അവരോട് പോയി പണി നോക്കാൻ പറ. എന്റെ റൂം അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. ഞാനും എന്റെ ഭാര്യയും ടെറസിലെ കൊതുകേടിയും കൊണ്ടാണ് ഇന്നലെ നേരം വെളുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ റൂം ഞാൻ ആർക്കും വിട്ടുതരില്ല എന്ന് തന്നെ തീർത്തും പറയുകയാണ് കേട്ടോ സച്ചി. ഞാനും എന്റെ ഭാര്യയും ഈ റൂമിൽ തന്നെ കിടക്കും. അവർക്ക് രണ്ടുപേർക്കും ഇവിടെ കഴിയാൻ റൂമില്ലെങ്കിൽ അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞേക്ക്. ഇനി അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ടുട്ടുമോന്റെയും മദാമ്മയുടെയും റൂം വിട്ടുകൊടുക്കാൻ പറ. അതും ശ്രുതിക്കും ആണെങ്കിലും ചെറിയ പേടി വരുന്നുണ്ട്. ഏതായാലും ചന്ദ്രമതി ഈ സച്ചിയുടെ അടുത്ത് വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, എടാ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പക്ഷെ സച്ചി ഒന്നിനും തയ്യാറാവുന്നില്ല. പറ്റില്ലെന്ന് തന്നെ പറയുന്നു. കാലത്ത് മുതൽ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്ത് ക്ഷീണിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് രാത്രിയാകുമ്പോ കിടക്കാൻ ഒരു സ്ഥലമില്ലെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? നിങ്ങൾക്കൊന്നും അതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷെ എനിക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് എന്റെ റൂം ഞാൻ ആർക്കും വിട്ടുതരില്ല. ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ റൂമിൽ തന്നെ കിടക്കും. അതിനൊരു മാറ്റവും ഇല്ലെന്ന് തന്നെ സച്ചു പറയുകയാണ് കേട്ടോ. ഏതായാലും ആ റൂമിന്റെ ചാവി എടുത്ത് തന്റെ പോക്കറ്റിലേക്ക് ഇടുമ്പോ രേവതി ആണെങ്കിലും സച്ചിയോട് പറയുന്നുണ്ട്, നമുക്ക് ടെറസിൽ കിടക്കാം, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ആ റൂം തുറന്നു കൊടുത്തേക്ക് സച്ചിയേട്ടാ എന്നൊക്കെ. പക്ഷെ സച്ചി അതൊന്നും കേൾക്കാതെ ആ ചാവിയുമായിട്ട് പുറത്തു പോവുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട് വിഷമത്തോടെ, ഞങ്ങൾ വർഷയുടെ വീട്ടിലേക്ക് പോയിക്കോളാമെന്ന്. പക്ഷെ ചന്ദ്രമതി അതിന് സമ്മതിക്കുന്നില്ല. അവസാനം എല്ലാ തർക്കത്തിനും ഒടുവിൽ രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെയും റൂം വർഷയ്ക്കും ശ്രീകാന്തിനുമായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. രവീന്ദ്രനും ചന്ദ്രമതിക്കും ആണെങ്കിൽ പിന്നെ കിടക്കാനൊരു റൂമില്ല. രവീന്ദ്രൻ പിന്നീട് ഹാളിലെ സോഫയിലൊക്കെ കിടക്കുന്നത് കാണുമ്പോ സച്ചിക്ക് അത് കണ്ട് സങ്കടം വരുന്നുണ്ട്. പിന്നീട് സച്ചി താനും രേവതിയും കിടക്കുന്ന ആ കട്ടില് അച്ഛനായിട്ട് കൊടുക്കുന്നുണ്ട്. സച്ചിയും രേവതിയും ആണെങ്കിൽ തങ്ങളുടെ റൂമില് നിലത്ത് പായ വിരിച്ചൊക്കെ കിടക്കാനും തയ്യാറാവുകയാണ്.